നമസ്കാരം. ദുബായിൽ ഏപ്രിൽ ആദ്യം മുതൽ പുതിയ വേരിയബിൾ പാർക്കിംഗ് നിരക്കുകൾ പ്രാബല്യത്തിൽ വരും. അതേസമയം കഴിഞ്ഞ വർഷം പാർക്കിംഗ് പിഴയിൽ നിന്നുള്ള വരുമാനത്തിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 37% അധികൃതർ അറിയിച്ചിരിക്കുന്നത്. 249.1 ദശലക്ഷം ദിർഹമാണ് നേട്ടം. 2023 ഇത് 181.3 ദശലക്ഷം ദിർഹമായിരുന്നു. മാത്രമല്ല 2024 ഒക്ടോബർ മുതൽ ഡിസംബർ അവസാനം വരെ ചുമത്തിയ പിഴകളിൽ 72% വർധനവുണ്ട്. 2023 നാലാം പാദത്തിലെ 44.8 ദശലക്ഷം ദിർഹത്തിൽ നിന്ന് 77 ദശലക്ഷം ദിർഹം. ഈ പിഴകളിൽ ഭൂരിഭാഗവും പബ്ലിക് പാർക്കിംഗ് വിഭാഗത്തിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. ആകെ പൊതു പാർക്കിംഗ് പിഴകൾ നാലാം പകുതിയിൽ 51% വർദ്ധിച്ച് 4,24,000 ദിർഹമായിട്ടുണ്ട്. 2023 ഇതേ സമയം 2,81,000 ദിർഹമായിരുന്നു. ഏപ്രിൽ മുതൽ പുതിയ പാർക്കിംഗ് നിരക്കുകൾ നിലവിൽ വരും. ഇനി പുതിയ പാർക്കിംഗ് നിരക്കുകളിലേക്ക് വന്നാൽ രാവിലെ 8 മുതൽ 10 വരെയും വൈകിട്ട് 4 മുതൽ രാത്രി 8 വരെയും എല്ലാ പൊതു പാർക്കിംഗ് സോണുകളിലും പ്രീമിയം പാർക്കിംഗ് സ്ഥലങ്ങളിൽ മണിക്കൂറിന് 6 ദിർഹം ഈടാക്കും. പ്രീമിയം പാർക്കിങ്ങിനുള്ള പ്രതിദിന താരിഫ് സോൺ ബിയിൽ 40 ദിർഹവും സോൺ ഡിയിൽ 30 ദിർഹവുമാണ്. 2025 ഏപ്രിൽ ആദ്യം മുതൽ അവതരിപ്പിക്കാൻ പോകുന്ന വേരിയബിൾ താരിഫിനെ സംബന്ധിച്ച കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതിനും അന്തിമമാക്കുന്നതിനും പാർക്കിങ്ങിന്റെ മാനേജ്മെന്റ് ടീം നിലവിൽ ആർടിഒയുമായി ചർച്ചകൾ നടത്തി വരുന്നുണ്ട്. നല്ലൊരു ശതമാനം റോഡ് അപകടങ്ങളും ഉണ്ടാകുന്നത് നിയമലംഘനങ്ങളിൽ നിന്ന് തന്നെയാണ്. ട്രാഫിക് നിയമലംഘനങ്ങൾ ഗൾഫിലും വർദ്ധിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ദുബായിൽ മണിക്കൂറിൽ 300 കിലോമീറ്ററിൽ കൂടുതൽ വേഗതയിൽ 2 വ്യത്യസ്ത ബൈക്കുകളിൽ അപകടകരമായ രീതിയിൽ അഭ്യാസങ്ങൾ നടത്തിയ മോട്ടോർ സൈക്കിൾ റൈഡറെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു. ദുബായിലെ വിവിധ സ്ഥലങ്ങളിൽ അമിത വേഗത്തിൽ അപകടകരമായ രീതിയിൽ യുവാവ് ബൈക്കുകൾ ഓടിക്കുന്നതായി കാണിക്കുന്ന 2 വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനെ തുടർന്നാണ് ഇയാൾ പിടിയിലായത്. ബൈക്കിന്റെ സ്പീഡോമീറ്റർ ഉൾപ്പെടെ മുൻവശം മാത്രം കാണുന്ന രീതിയിലായിരുന്നു വീഡിയോ ചിത്രീകരിച്ചിരുന്നത്. അതുകൊണ്ട് റൈഡറെ കുറിച്ചുള്ള സൂചനകളൊന്നും പോലീസിന് തുടക്കത്തിൽ ലഭിച്ചിരുന്നില്ല. നിയമപരമായ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയായിരുന്നു റൈഡർ തന്റെ ഐഡന്റിറ്റി മറച്ചുവെച്ചതെന്നാണ് വിവരം. എന്നാൽ ഏറ്റവും പുതിയ സ്മാർട്ട് സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ പോലീസ് വളരെ വിദഗ്ധമായി തന്നെ ഇയാളെ പോക്കി. നിയമ നടപടികൾക്കായി റൈഡറെ ബന്ധപ്പെട്ട അധികാരികൾക്ക് റെഫർ ചെയ്യുകയും മോട്ടോർ സൈക്കിൾ കണ്ടുകെട്ടുകയും ചെയ്തു. വാഹനം കണ്ടുകെട്ടുന്നതുമായി ബന്ധപ്പെട്ട് 2023 ഡിഗ്രി നമ്പർ 30 പ്രകാരം പിഴ ചുമത്തിയിട്ടുണ്ട്. ഇതനുസരിച്ച് പിടിച്ചെടുത്ത വാഹനം തിരികെ കിട്ടുന്നതിന് 50,000 ദിർഹം ഫീസായി നൽകണം. അശ്രദ്ധമായ ഡ്രൈവിംഗും മോട്ടോർ സൈക്കിൾ സ്റ്റണ്ടുകളും പൊതുസുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നുണ്ട്. ഇത്തരം പ്രവർത്തികൾ റൈഡർമാരെയും കാൽനട യാത്രക്കാരെയും ഒരുപോലെ അപകടത്തിലാക്കുന്നുണ്ടെന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇങ്ങനെയുള്ള നിയമലംഘകരിൽ കുറഞ്ഞത് 80% പേർക്കെങ്കിലും ഗുരുതരമായ ഗതാഗത അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇത് നിരവധി മരണങ്ങൾക്കും ഗുരുതരമായ പരിക്കുകൾക്കും കാരണമായിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈ നടുമൽ.